നമസ്കാരം. ക്രിസ്ത്യനിലെ വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ഗാസയിൽ വീണ്ടും സംഘർഷം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 330 കവിഞ്ഞു. ക്രൈസ്തവരെ വംശഹത്യ ചെയ്ത് സിറിയ. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. പരുന്തുംപാറയിൽ കുരിശ് തകർത്തത് ക്രൈസ്തവ ജനതയുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് CPM. ചന്ദ്രയാൻ 5 ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതായി ISRO. IPC UK ആൻഡ് അയർലൻഡ് റീജിയൻ 18ാമത് വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 11 മുതൽ. ഏപ്രിൽ 24 മുതൽ പരിയാരത്ത് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കണ്ണൂർ സെൻട്രൽ കൺവെൻഷൻ. ഗുരുവായൂരിൽ പാലുവായ് ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് ഫെലോഷിപ്പ് ചർച്ച് ഉണർവ് യോഗം. കരവാളൂരിൽ സൺഡേ സ്കൂൾ അസോസിയേഷൻ കൊട്ടാരക്കര സോൺ ക്യാമ്പ്. ഗാസയിൽ വീണ്ടും സംഘർഷം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 330 കവിഞ്ഞു. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 330 കവിഞ്ഞതായി റിപ്പോർട്ട്. ബന്ദികളുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ മേധാവി ഇസാം അൽ ഡാലിസ് കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഗാസ സിറ്റി, ഖാൻ യൂനിസ്, റാഫ, ഗാസ മുനമ്പിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സ്ഫോടന ശബ്ദം കേട്ടുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്രൈസ്തവരെ വംശഹത്യ ചെയ്ത് സിറിയ. സിറിയയിൽ കൊല്ലപ്പെടുന്നവരിലേറെയും ക്രൈസ്തവരാണെന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് ജോൺ 10 ക്രൈസ്തവർക്കെതിരെയുള്ള വംശഹത്യയായി മാറുകയാണ് സിറിയയിലെ ആഭ്യന്തര കലാപമെന്നും പാത്രിയാർക്കീസ് പറഞ്ഞു. സിറിയയുടെ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദിനോട് കൂറുപുലർത്തുന്ന അലാവൈറ്റ് വിഭാഗവും ഡമാസ്കസിലെ പുതിയ ഭരണകൂടവും തമ്മിൽ അടുത്തിടെ ആരംഭിച്ച ഏറ്റുമുട്ടലുകളെ തുടർന്ന് അരങ്ങേറിയ അക്രമങ്ങൾ ക്രൈസ്തവ വേട്ടയായി മാറിയെന്ന് ഓർത്തഡോക്സ് നേതൃത്വം വ്യക്തമാക്കി. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. മാർച്ച് 19 ബുധനാഴ്ച പുലർച്ചെ 3:30 ക്രൂ 10 മറ്റംഗങ്ങൾക്കൊപ്പം സുനിത വില്യംസും ബുച്ച് വിൽമോറും മെക്സിക്കോ ഉൾക്കടലിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. പേടകത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ യാത്രികരെ സ്ട്രെച്ചറിലാണ് മാറ്റിയത്. 9 മാസത്തിലേറെ നീണ്ട ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കിയാണ് സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടങ്ങിവരവ്. ദിവസങ്ങൾ നീളുന്ന ആരോഗ്യ പരിശോധനകളും പരിശീലനവും പൂർത്തിയാക്കി ഡോക്ടർമാർ അനുമതി നൽകിയ ശേഷമേ വീടുകളിലേക്ക് ഇവർ മടങ്ങൂ. പരുന്തുംപാറയിൽ കുരിശ് തകർത്തത് ക്രൈസ്തവ ജനതയുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് CPM. പരുന്തുംപാറയിൽ നിർമ്മാണ ഘട്ടത്തിൽ നടപടിയെടുക്കാൻ കൂട്ടാക്കാതിരുന്ന ഉദ്യോഗസ്ഥർ പിന്നീട് പരസ്യമായി കുരിശ് തകർത്ത് ക്രൈസ്തവ ജനതയുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. കയ്യേറ്റം തടയാൻ നിരോധനാജ്ഞ അല്ല പരിഹാരമെന്നും പകരം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ നടപടിയുണ്ടാകണമെന്നും ഇതിന്റെ ഭാഗമായി 2 വില്ലേജിലെ ജനങ്ങളുടെ മേൽ നിരോധനാജ്ഞ അടിച്ചേൽപ്പിക്കുന്ന ഭരണരീതി യോജിക്കാനാവില്ലെന്നും ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ചന്ദ്രയാൻ 5 ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതായി ISRO. ചന്ദ്രയാൻ 5 ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതായി ISRO ചെയർമാൻ V നാരായണൻ വെളിപ്പെടുത്തി. ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് വിശദമായി പഠിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. 2035ഓടെയായിരിക്കും വിക്ഷേപണം നടക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. 250 കിലോഗ്രാം ഭാരമുള്ള റോവർ ചന്ദ്രോപതലത്തിലേക്ക് കൊണ്ടുപോകും. ജപ്പാനുമായി സഹകരിച്ചാണ് പുതിയ ദൗത്യത്തിന് ISRO തയ്യാറെടുക്കുന്നത്. IPC UK ആൻഡ് അയർലൻഡ് റീജിയൻ 18ാമത് വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 11 മുതൽ. IPC UK ആൻഡ് അയർലൻഡ് റീജിയൻ്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 11 മുതൽ 13 വരെ കേംബ്രിഡ്ജിലെ കാമ്പൗണ്ട് വില്ലേജ് കോളേജിൽ 18ാമത് വാർഷിക കൺവെൻഷൻ നടക്കും. പാസ്റ്റർ ജേക്കബ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ ഷിബു തോമസ് ഒക്കലഹോമയാണ് മുഖ്യ പ്രഭാഷകൻ. സിസ്റ്റർ രേഷ്മ തോമസ് സഹോദരിമാരുടെ കൂട്ടായ്മയിൽ സന്ദേശം നൽകും. റവറൻഡ് ബേബി വർഗീസ് മുഖ്യാതിഥിയായിരിക്കും. റീജിയൻ ഗായക സംഘം സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ വിൽസൺ ബേബി, പാസ്റ്റർ ഡിഗോൾ ലൂയിസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തിപ്പിന് വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ഏപ്രിൽ 24 മുതൽ പരിയാരത്ത് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കണ്ണൂർ സെൻട്രൽ കൺവെൻഷൻ. ചർച്ച് ഓഫ് ഗോഡ് കണ്ണൂർ സെൻറ്ററിൻ്റെയും ഹോം മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 24 മുതൽ 27 വരെ പരിയാരം ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ കണ്ണൂർ സെൻട്രൽ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ RS ദിൻക ഉദ്ഘാടനം നിർവഹിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർമാരായ Y റജി, ഡോക്ടർ ഷിബു K മാത്യു, ജെയിംസ് പാണ്ടനാട്, സാം ചന്ദ്രശേഖർ എന്നിവർ പ്രസംഗിക്കും. ക്രൈസ്റ്റ് സിംഗേഴ്സ് ചെങ്ങന്നൂർ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഗുരുവായൂരിൽ പാലുവായ് ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് ഫെലോഷിപ്പ് ചർച്ച് ഉണർവ് യോഗം.
പാലുവായ് ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 1 ഗുരുവായൂർ ടൗൺ ഹാൾ ഓപ്പൺ ഗ്രൗണ്ടിൽ ബ്ലസ് ഗുരുവായൂർ എന്ന പേരിൽ ഉണർവ് യോഗം നടക്കും. പാസ്റ്റർ ലാസർ വി മാത്യു പ്രസംഗിക്കും. ഗോസ്പൽ ട്യൂണേഴ്സ് തിരുവല്ല ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. കരവാളൂരിൽ സൺഡേ സ്കൂൾ അസോസിയേഷൻ കൊട്ടാരക്കര സോൺ ക്യാമ്പ്. സൺഡേ സ്കൂൾ അസോസിയേഷൻ കൊട്ടാരക്കര മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 16-നും 17-നും പുനലൂർ കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ ക്യാമ്പസിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകാതെ പുതുതലമുറയെ ക്രിസ്തുവിൻ്റെ അനുയായികളാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പ് നടക്കും. ഗിലയാദി മ്യൂസിക് ബാൻഡ് ഗാനശുശ്രൂഷകൾ നേതൃത്വം നൽകും. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രത്യേക സെഷനുകൾ ഉണ്ടായിരിക്കും. ഗാസയിൽ വീണ്ടും സംഘർഷം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 330 കവിഞ്ഞു. ക്രൈസ്തവരെ വംശഹത്യ ചെയ്ത് സിറിയ. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. പരുന്തുംപാറയിൽ കുരിശ് തകർത്തത് ക്രൈസ്തവ ജനതയുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് CPM. ചന്ദ്രയാൻ 5 ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതായി ISRO. IPC UK ആൻഡ് അയർലൻഡ് റീജിയൻ 18ാമത് വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 11 മുതൽ. ഏപ്രിൽ 24 മുതൽ പരിയാരത്ത് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കണ്ണൂർ സെൻട്രൽ കൺവെൻഷൻ. ഗുരുവായൂരിൽ പാലുവായ് ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് ഫെലോഷിപ്പ് ചർച്ച് ഉണർവ് യോഗം. കരവാളൂരിൽ സൺഡേ സ്കൂൾ അസോസിയേഷൻ കൊട്ടാരക്കര സോൺ ക്യാമ്പ്. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.